നമ്മൾ ക്ലാസ് 2-ന്റെ അവസാന ഭാഗത്ത് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫറുമായി റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലമാണ് കണ്ടത്. ഈ പ്രോബ്ലത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ നമ്മൾ അഡീഷണലായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേത്, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻ നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അക്കൗണ്ടിലും അത് നമ്മൾ റെക്കോർഡ് ചെയ്യുമെങ്കിലും അതിൻ്റെ ടോട്ടൽ കോളത്തിലേക്ക് റെക്കോർഡ് ചെയ്യേണ്ടതായി വരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമതായി, ഇതേ പ്രോബ്ലത്തിൽ പ്യുവർലി ഫിനാൻഷ്യൽ നേച്ചറിലുള്ള അല്ലെങ്കിൽ ജനറൽ നേച്ചറിലുള്ള ചില ഐറ്റവും കൂടെ തന്നിട്ടുണ്ട്. ഇപ്പം ഇവയുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതുകൂടെ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഡിപ്പാർട്ട്മെൻ്റൽ അക്കൗണ്ടിംഗ് നമ്മൾ പഠിച്ച അവസരത്തിൽ പ്രത്യേകമായി കണ്ടിരുന്നു, പ്യുവർലി ഫിനാൻഷ്യൽ നേച്ചറിലുള്ള അല്ലെങ്കിൽ ജനറൽ നേച്ചറിലുള്ള ഏതെങ്കിലും ഐറ്റം തരുന്നുണ്ട് എങ്കിൽ അവ നമ്മൾ ട്രീറ്റ് ചെയ്യുക ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആയിരിക്കും. അതുകൊണ്ട് ഈ പ്രോബ്ലത്തിൽ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയതിന് ശേഷം ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൂടെ നമ്മൾ തയ്യാറാക്കേണ്ടതായി വരും. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ഐറ്റമാണ് ജനറൽ നേച്ചറിലുള്ള അല്ലെങ്കിൽ പ്യുവർലി ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ഐറ്റം എന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ്റെ അവസാന ഭാഗത്തായി തന്നിരിക്കുന്ന ജനറൽ മാനേജേഴ്സ് സാലറി, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ്, ഇവ പ്യുവർലി ഫിനാൻഷ്യൽ നേച്ചറിലുള്ള അല്ലെങ്കിൽ ജനറൽ നേച്ചറിലുള്ള ഐറ്റമാണ്. അതുകൊണ്ട് ഈ ഐറ്റം നമ്മൾ ട്രീറ്റ് ചെയ്യുക ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആയിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലത്തിലെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റിസൾട്ടായിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഥവാ ഡിപ്പാർട്ട്മെന്റൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലോസ് അഥവാ ഡിപ്പാർട്ട്മെന്റൽ ലോസ് ബ്രോഡ് ഫോർവേഡ് ചെയ്തുകൊണ്ടായിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ 3 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഉള്ളത്. അതിൽ എക്സ്, വൈ എന്നീ 2 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ റിസൾട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും എന്നാൽ ഇസഡ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് റിസൾട്ട് ലോസും ആണ്. അതുകൊണ്ട് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്, വൈ എന്നിവയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും അതേസമയം ഡിപ്പാർട്ട്മെൻറ്റ് ഇസഡിൻ്റെ റിസൾട്ടായിട്ടുള്ള ഓപ്പറേറ്റിംഗ് ലോസ് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. തുടർന്ന് ജനറൽ നേച്ചറിലുള്ള എക്സ്പെൻസുകളായിട്ടുള്ള ജനറൽ മാനേജേഴ്സ് സാലറി 7,000 ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡീഷണൽ ആയിട്ട് ഒരു ഐറ്റവും കൂടെ തന്നിട്ടുണ്ട്, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ് 2,000. ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് യഥാർത്ഥത്തിൽ പ്യുവർലി ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ഒരു ഐറ്റമാണ്. അതുകൊണ്ട് വരേണ്ടതും ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നെയാണ്. എന്നിരുന്നാൽ ഈ ഐറ്റം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യനിൽ ഈ ഐറ്റവും കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഇതിനെ ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ടതായിട്ടുള്ളൂ. ഈ കാര്യം നിങ്ങൾ പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് തന്നിരിക്കുന്നത് പ്യുവർലി ഫിനാൻഷ്യൽ ഇൻകം ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് ആണ്. ഇത് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. തമ്മിലുള്ള ഡിഫറൻസ് അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ആയിരിക്കുകയും ചെയ്യും. അടുത്തതായി നമ്മൾ പഠിക്കുക, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ നടക്കുന്നത് കോസ്റ്റ് പ്രൈസിന് പകരം
മാർക്കറ്റ് പ്രൈസിന് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിന് അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് പ്രൈസിന് ആണ് എങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ മാർക്കറ്റ് പ്രൈസിൽ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് പ്രൈസിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന്റെ വാല്യൂ ഓപ്പണിംഗ് സ്റ്റോക്കിൽ അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഉണ്ട് എങ്കിൽ മാത്രം സ്പെഷ്യൽ ട്രീറ്റ്മെന്റിലേക്ക് പോയാൽ മതിയാകും. അങ്ങനെ ഇല്ല എങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ എങ്ങനെ ട്രീറ്റ് ചെയ്തുവോ അതേ രീതിയിൽ തന്നെയായിരിക്കണം മാർക്കറ്റ് പ്രൈസിൽ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് പ്രൈസിൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ നടക്കുന്ന അവസരത്തിലും പ്രോബ്ലം ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ നടത്തേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് പ്രൈസിൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ നടക്കുകയും ഇങ്ങനെ നടന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിന്റെ വാല്യൂ ക്ലോസിംഗ് സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൽ വരികയും ചെയ്താൽ മാത്രം മതിയാകും. അത് പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ സ്റ്റോക്ക് എന്ന പേരിൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അടുത്തതായി നമ്മൾ കാണുക ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതായി അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ജേർണൽ എൻട്രിയിലേക്ക് നമുക്ക് പോകാം. ആദ്യമായി ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ജേർണൽ എൻട്രിയാണ്. നമുക്കറിയാം ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഇതിൽ നിന്നുമുള്ള അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ട് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ആവശ്യമായി വരും. ഇനി നമ്മൾ പഠിച്ച അവസരത്തിൽ കണ്ടിരുന്നു ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മൾ ഒഴിവാക്കുക പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ സ്റ്റോക്ക് എന്ന് പറയുന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാകും. ഇത് അഡ്ജസ്റ്റ് ചെയ്യുക ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജേർണൽ എൻട്രി ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ സ്റ്റോക്ക് എന്നായിരിക്കുകയും ചെയ്യും. അടുത്തതായി ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന്റെ പോർഷൻ എലിമിനേറ്റ് ചെയ്യുന്നതിന്റെ ജേർണൽ എൻട്രിയാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുക ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ ഇതിൽ നിന്നുമുള്ള പ്രോഫിറ്റ് എലമെന്റ് ഒഴിവാക്കുന്നതിനായി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് നമ്മൾ കൊടുത്താൽ മതിയാവും. ഇതും നമ്മൾ ചെയ്യുക ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആയിരിക്കും. അതുകൊണ്ട് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ആയിരിക്കും. അടുത്തതായി നമുക്ക് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വരുന്ന, അതായത് ക്ലോസിംഗ് സ്റ്റോക്കിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വരുന്ന ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 3.21 ഇലസ്ട്രേഷൻ 7 ഫ്രം ദി ഫോളോയിങ് ബാലൻസസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ബുക്സ് ഓഫ് ശ്രീ ഭാരത് ലാൽ പ്രിപ്പയർ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ കോളംനാർ ഫോം for the year ended 31st March 2017 and balance sheet as on that date. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മളോട് ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കോളംനാർ ഫോമിൽ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ, സ്റ്റോക്ക്, പർച്ചേസസ്,
സെയിൽസ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, സാലറീസ്, ഇൻഷുറൻസ്, ജനറൽ എക്സ്പെൻസസ്, സൺട്രി ഡെറ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഡ്രോയിങ്സ്, ക്യാഷ് അറ്റ് ബാങ്ക്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പ്രോബ്ലത്തിലൊക്കെ വന്നിരിക്കുന്ന അതേ ഐറ്റംസ് തന്നെയാണ് ഇവിടെയും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കൂടുതലായി പോകുന്നില്ല. മറിച്ച് പ്രോബ്ലത്തിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗമായിട്ടുള്ള അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഭാഗത്തേക്ക് മാത്രമായി നമ്മൾ പോവുകയാണ്. പേജ് നമ്പർ 3.22-ൽ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ഇവയെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എ ഈസ് ₹26,000 ഇൻക്ലൂഡിംഗ് ഗുഡ്സ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് ബി ₹8,000 അറ്റ് കോസ്റ്റ് ടു ഡിപ്പാർട്ട്മെന്റ് എ. അതായത് ഡിപ്പാർട്ട്മെന്റ് എയുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ 26,000 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം ഡിപ്പാർട്ട്മെന്റ് ബിയിൽ നിന്നും സ്വീകരിച്ചിരിക്കുന്ന 8,000 റുപ്പീസിന്റെ ഗുഡ്സ് ഡിപ്പാർട്ട്മെന്റ് എയ്ക്ക് അത് കോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുക. 8,000 റുപ്പീസ് അതുകൂടെ ഇൻക്ലൂഡഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ബി ഈസ് ₹52,000 ഇൻക്ലൂഡിംഗ് ഗുഡ്സ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് എ ₹18,000 അറ്റ് കോസ്റ്റ് ടു ഡിപ്പാർട്ട്മെന്റ് ബി. ബിയുടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ അത് 52,000 ആണ് ടോട്ടൽ ബിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതിൽ ഡിപ്പാർട്ട്മെന്റ് എയിൽ നിന്നും സ്വീകരിച്ചിരിക്കുന്ന 18,000ന്റെ ഗുഡ്സും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ ഡിപ്പാർട്ട്മെന്റ് ബി ഈ 18,000 ആണ് അവരുടെ കോസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുക. അടുത്തതായി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ബി ഇൻക്ലൂഡ്സ് goods of the value of ₹2,000 and ₹3,000 taken from Department B and Department A respectively at cost to transferor departments. ഇനി ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്കിലും ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ വഴിയായിട്ട് നടന്നിരിക്കുന്ന ഗുഡ്സ് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് സെക്കൻഡ് പോയിന്റിൽ നമുക്ക് തരിക. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് എയുടെയും ഡിപ്പാർട്ട്മെന്റ് ബിയുടെയും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അഡീഷണൽ ഇൻഫർമേഷനിൽ നമ്മളോട് പറയുകയാണ്, ഇതിൽ ഡിപ്പാർട്ട്മെന്റ് എയുടെ ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഡിപ്പാർട്ട്മെന്റ് ബിയിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്ന 2,000 രൂപയുടെ ഗുഡ്സ് സ്റ്റോക്കായി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ബിയുടെ ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഡിപ്പാർട്ട്മെന്റ് എയിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്ന 3,000 രൂപയുടെ സ്റ്റോക്കും നിലനിൽക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം ചേർത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്റ്റോക്കിന്റെ, അതായത് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ വഴിയായി ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റോക്കിന്റെ വാല്യൂ അതിന്റെ കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ്. കാരണം ട്രാൻസ്ഫർ നടന്നിരിക്കുന്ന ഈ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത് കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുക. അപ്പം നമ്മൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫറിൽ നമ്മൾ കണ്ടിരുന്ന ഒരു ഭാഗമുണ്ട്, കോസ്റ്റ് പ്രൈസിൽ ആണ് എങ്കിൽ അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് എലമെന്റ് ഇല്ല. അതുകൊണ്ട് പ്രത്യേകമായിട്ട് അതിന്റെ അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യവും വരുന്നില്ല. അത് ഈ ഭാഗത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുക, ഡ്യൂറിംഗ് ദ ഇയർ ഡിപ്പാർട്ട്മെന്റ് എ ട്രാൻസ്ഫേർഡ് ഗുഡ്സ് ടു ഡിപ്പാർട്ട്മെന്റ് ബി ഓഫ് ദ വാല്യൂ ഓഫ് ₹40,000 ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ബി ട്രാൻസ്ഫേർഡ് ഗുഡ്സ് ടു ഡിപ്പാർട്ട്മെന്റ് എ ഓഫ് ദി വാല്യൂ ഓഫ് ₹60,000 ബോത്ത് അറ്റ് മാർക്കറ്റ് പ്രൈസ് ടു ട്രാൻസ്ഫറർ ഡിപ്പാർട്ട്മെന്റ്സ്. ഇനി കറണ്ട് ഇയറിൽ ഡിപ്പാർട്ട്മെന്റ് എയും ബിയും തമ്മിൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. അത് മാർക്കറ്റ് പ്രൈസിലും ആണ് നടന്നിരിക്കുക. ഡിപ്പാർട്ട്മെന്റ് എ ബിയിലേക്ക് 40,000 രൂപയുടെ ഗുഡ്സും ഡിപ്പാർട്ട്മെന്റ് ബി എക്ക് 60,000 രൂപയുടെ ഗുഡ്സും ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ വഴിയായി അയച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ്
മൂന്നാമത്തെ പോയിന്റിൽ നമുക്ക് ഇൻഫർമേഷനായിട്ട് നൽകുക. ഇനി നമുക്ക് ആൻസർ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് നമ്മൾ തയ്യാറാക്കുക ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും. ആ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ വഴിയായിട്ടുള്ള ഗുഡ്സും ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ അത് കോസ്റ്റ് പ്രൈസിലാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെന്റ് എയ്ക്കും ബിക്കുമായിട്ട് 6000, 8000 എന്നിങ്ങനെയാണ് വാല്യൂ വരിക. അതിനുശേഷം പർച്ചേസസ്, ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്. കൂടാതെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തേർഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കറണ്ട് ഇയറിൽ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫറും റെക്കോർഡ് ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുക ഡിപ്പാർട്ട്മെന്റ് എ ട്രാൻസ്ഫേർഡ് ഗുഡ്സ് ടു ഡിപ്പാർട്ട്മെന്റ് ബി ഓഫ് ദ വാല്യൂ ഓഫ് ₹40,000 എന്നാണ്. അതായത് ഡിപ്പാർട്ട്മെന്റ് എ ഡിപ്പാർട്ട്മെന്റ് ബിക്ക് 40,000 രൂപയുടെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടുത്തെ ട്രാൻസ്ഫറർ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് എയും ട്രാൻസ്ഫറി എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ബിയുമാണ്. നമ്മൾ നേരത്തെ പഠിച്ചൊരു ഭാഗം ഇവിടെ ഒന്നുകൂടെ ഓർക്കുക. ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫറിൽ ആരാണോ ട്രാൻസ്ഫറുടെ അക്കൗണ്ടിൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫറിന്റെ ഗുഡ്സിന്റെ വാല്യൂ ക്രെഡിറ്റ് ചെയ്യുകയും ട്രാൻസ്ഫറിയുടെ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറർ ആയിട്ടുള്ള എയുടെ അക്കൗണ്ടിൽ 40,000 ക്രെഡിറ്റ് ചെയ്യുകയും അതേസമയം ഇതേ 40,000 തന്നെ ഡിപ്പാർട്ട്മെന്റ് ബിയുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായി ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ബി ട്രാൻസ്ഫേർഡ് ഗുഡ്സ് ടു ഡിപ്പാർട്ട്മെന്റ് എ ഓഫ് ദി വാല്യൂ ഓഫ് ₹60,000 എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിപ്പാർട്ട്മെന്റ് ബി ഡിപ്പാർട്ട്മെന്റ് എക്ക് 60,000 രൂപയുടെ ഗുഡ്സ് കറണ്ട് ഇയറിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തെ ട്രാൻസ്ഫറർ എന്ന് പറയുന്നത് ബിയും ട്രാൻസ്ഫറി എന്ന് പറയുന്നത് എയുമാണ്. അതുകൊണ്ട് ട്രാൻസ്ഫറുടെ അക്കൗണ്ടിലേക്ക് ഗുഡ്സിന്റെ വാല്യൂ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ ട്രാൻസ്ഫറർ എന്ന് പറയുന്നത് ബി ആയതുകൊണ്ട് ബിയുടെ അക്കൗണ്ടിലേക്ക് 60,000 ക്രെഡിറ്റ് ചെയ്യുകയും ഇതേ 60,000 തന്നെ ട്രാൻസ്ഫറി ആയിട്ടുള്ള അതായത് ഗുഡ്സ് സ്വീകരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എയുടെ പേരിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ വഴിയായിട്ടുള്ള സ്റ്റോക്കും ഇൻക്ലൂഡഡ് ആണ് എന്നും ഓർത്തിരിക്കുക. കൂടാതെ അത് മാർക്കറ്റ് പ്രൈസിൽ ആണ് എന്നുള്ളതാണ് പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ട കാര്യം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ പറഞ്ഞു ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ വഴിയായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പോലും അത് കോസ്റ്റ് പ്രൈസ് ആണ്. അത് എന്ന് പറഞ്ഞാൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇല്ല. അതുകൊണ്ട് അതിന് പ്രത്യേകമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമില്ല. പക്ഷേ ക്ലോസിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസിൽ ആയതുകൊണ്ട് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ വഴിയായിട്ട് വന്നിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂവിലുള്ള അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കുകയും ചെയ്യും. അത് നമ്മൾ പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ സ്റ്റോക്ക് എന്ന് പറഞ്ഞാണ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് എ 4,800, ഡിപ്പാർട്ട്മെന്റ് ബി 9,000 എന്ന് കാണാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുക എങ്ങനെയാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എയുടെ 4,800 ഡിപ്പാർട്ട്മെന്റ് ബിയുടെ 9,000
എന്നിങ്ങനെയുള്ള അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ ഫിഗറിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിൻ്റെ കമ്പ്യൂട്ടേഷൻ പേജ് നമ്പർ 3.23 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ തന്നിരിക്കുന്ന കാൽക്കുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്. ഇവിടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തിയിരിക്കുക ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും തമ്മിലുള്ള റേഷ്യോയാണ്. അതായത് പെർസെൻറ്റേജിലാണ് നമ്മൾ റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ വഴി നമുക്ക് ലഭിക്കുക. അപ്പോൾ ഈ കേസിൽ നമ്മൾക്ക് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കണ്ടെത്തുന്നതിനായി ആദ്യമേ നമ്മൾ ചെയ്യുക ഡിപ്പാർട്ട്മെൻറ്റ് എയുടെയും ഡിപ്പാർട്ട്മെൻറ്റ് ബിയുടെയും ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടെത്തിക്കൊണ്ട് ആണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റും സെയിൽസിൻ്റെ ഫിഗറും നമുക്ക് നമ്മളുടെ ഡിപ്പാർട്ട്മെൻ്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും അവൈലബിൾ ആണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻ്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എയ്ക്ക് 2,20,000 ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ബിക്ക് 4,20,000 ഉണ്ട്. കൂടാതെ സെയിൽസ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് എയ്ക്ക് 4 lakhും ഡിപ്പാർട്ട്മെൻറ്റ് ബിക്ക് 6,40,000 ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ സെയിൽസ് 4 lakh, അതോടൊപ്പം തന്നെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ വഴിയായിട്ട് ഒരു 40,000 സെയിലൂടെ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഡിപ്പാർട്ട്മെന്റ് എയുടെ സെയിൽസ് എന്ന് പറയുന്നത് 4,40,000 ഡിപ്പാർട്ട്മെന്റ് ബിയുടെ 6,40,000 ഒരു 60,000 കൂടെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ ആയിട്ട് വരുന്നുണ്ട്. അതുകൂടെ കൂടി ടോട്ടൽ 7 lakh ആയിരിക്കും. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റിന്റെ ഡീറ്റെയിൽസും സെയിൽസിന്റെ ഡീറ്റെയിൽസും നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും അവൈലബിൾ ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആദ്യമായി കാണുന്നു. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് എയുടെ ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ടുള്ള 2,20,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ്, അതായത് നോർമൽ സെയിൽസ് പ്ലസ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ സെയിൽസോടെ കൂടിയുള്ള 4,40,000 പെർസെൻറ്റേജിലേക്ക് ആക്കുന്നതിന് വേണ്ടി നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50% ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ലഭിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സെയിൽസിന്റെ 50% ഡിപ്പാർട്ട്മെന്റ് എയ്ക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ് എന്നാണ് ഇത് അർത്ഥമാക്കുക. ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4,20,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. അവരുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ സെയിൽസ് ഉൾപ്പെടെ 7 lakh വരും. അതായത് 6,40,000 നോർമൽ സെയിൽസ് പ്ലസ് 60,000 ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ സെയിൽസ്, അങ്ങനെ 7 lakh ഇൻറ്റു 100 പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 60% എന്ന് കിട്ടും. അതായത് ഡിപ്പാർട്ട്മെന്റൽ ബിയുടെ സെയിൽസിന്റെ 60% അതിന്റെ ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുന്നു എന്ന് അർത്ഥം. അപ്പോൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് എ ഡിപ്പാർട്ട്മെന്റ് ബിക്ക് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ വഴിയായി ഗുഡ്സ് അയച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ സെയിൽസ് പ്രൈസിന്റെ 50% ഡിപ്പാർട്ട്മെന്റ് എ പ്രോഫിറ്റായി ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ബി ഡിപ്പാർട്ട്മെന്റ് എയ്ക്ക് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ വഴിയായി ഗുഡ്സ് അയച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ സെയിൽസ് പ്രൈസിന്റെ 60% പ്രോഫിറ്റായി ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് എ ഡിപ്പാർട്ട്മെന്റ് ബിക്ക് അയച്ചു കൊടുത്തിരിക്കുന്ന 18,000
റുപ്പീസ് വാല്യൂ ഉള്ള ഗുഡ്സിൻ്റെ 50% പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ 18,000-ൻ്റെ 50% എന്ന് പറയുന്നത് 9,000 ആണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൽ വന്നിരിക്കുന്ന ഈ 18,000 വാല്യൂ ഉള്ള ഗുഡ്സിൽ 9,000-ഉം നമ്മൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റായി കണക്കാക്കും. ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിനുള്ള പ്രൊവിഷനാണ് നമ്മൾ കുറച്ച് മുമ്പേ നേരം ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നടത്തിയിരിക്കുന്നതായിട്ട് കാണുക. കൂടാതെ ഡിപ്പാർട്ട്മെൻറ്റ് എയ്ക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഗുഡ്സിൽ ക്ലോസിംഗ് സ്റ്റോക്കിൽ വന്നിരിക്കുന്ന 8,000 റുപ്പീസാണ് വാല്യൂ ഉള്ള ഗുഡ്സാണ് വന്നിരിക്കുക. അതിൻ്റെ 60%-ഉം പ്രോഫിറ്റ് ആയിരിക്കും. ആ 60% എന്ന് പറയുന്നത് 4,800 ആണ്. അങ്ങനെ ടോട്ടൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റൽ ട്രാൻസ്ഫറിൽ നിന്നുള്ള ക്ലോസിംഗ് സ്റ്റോക്കിലെ പ്രോഫിറ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 4,800 പ്ലസ് 9,000 ടോട്ടൽ 13,800 ആയിരിക്കുകയും ചെയ്യും. ഈ 13,800 ആണ് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ സ്റ്റോക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. കൂടാതെ നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന അവസരത്തിൽ ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റ് സൈഡിൽ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെയും ബിയുടെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതുന്നു. ഇതിൽ നിന്നും റിസർവ് ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആയി പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ സ്റ്റോക്ക് കുറവ് ചെയ്ത് മിച്ചമുള്ള എമൗണ്ട് മാത്രം ബാലൻസ് ഷീറ്റിലെ ഔട്ടർ കോളത്തിലേക്ക് എഴുതുന്നു. ബാക്കി ബാലൻസ് ഷീറ്റിൽ വന്നിരിക്കുന്ന മറ്റ് ഐറ്റത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ പഠിച്ചവ തന്നെയാണ്. നിങ്ങൾ പ്രോബ്ലം ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പിന്നീട് ചോദിച്ചാൽ മതിയാകും. ഡൗട്ടുള്ള ഭാഗം ക്ലിയർ ചെയ്ത് തരുന്നതാണ്.